എൻ്റെ സഹോദരങ്ങളെ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു സുപരിചിതമായിരിക്കുന്ന വേദഭാഗമുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ NIV വെർഷനിൽ, ന്യൂ ഇന്റർനാഷണൽ വെർഷനിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദ സീക്രട്ട് power of lawlessness, the secret power of lawlessness. ആമേൻ. അവിടെ ഒരു സീക്രട്ട് പവർ, എല്ലാ അധർമ്മങ്ങളുടെ പിമ്പിലും എന്തുണ്ട്? ഒരു സീക്രട്ട് പവർ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ, ആ വാക്യം മാറ്റില്ല കേട്ടോ. അവിടെ പറയുകയാണ് സീക്രട്ട് പവർ. ഞാൻ അതിനെ വിരൽ ചൂണ്ടി പറയുകയാണ്, നോ സീക്രട്ട് പവർ ക്യാൻ ട്രബിൾ യു. ഒരു രഹസ്യ ശക്തിക്ക് നിന്നെ ട്രബിൾ ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് the secret power is working somewhere, the secret power is acting somewhere. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആ സീക്രട്ട് പവറിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹോളി സ്പിരിറ്റ് ഒരു രഹസ്യ ശക്തിക്ക്, ഒരു രഹസ്യ ശക്തിക്ക് അപജന മാലാജുനി ബാദാജനാധി അജരാധിയ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവജനത്തിനെതിരെ വ്യാപരിക്കുന്ന സീക്രട്ട് പവറുകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ക്രഷാകട്ടെ, 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 ക്രഷാകട്ടെ. ജനജം പ്രൗഢാനിയ സീക്രട്ട് പവേഴ്സ് യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. അജര പ്രൗഢബ രഗതര പ്രൗഢബാനിയ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്രട്ട് പവറുകൾ, ആമേൻ, ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്രട്ട് പവറുകൾ അത് നിന്നെ ട്രബിൾ ചെയ്യത്തില്ല. ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന സീക്രട്ട് പവറുകൾ, തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന സീക്രട്ട് പവറുകൾ, ശുശ്രൂഷയ്ക്കെതിരെ, സഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ വ്യാപരിക്കുന്ന സീക്രട്ട് പവറുകൾ, നിയമത്തെ നശിപ്പിക്കുന്ന സീക്രട്ട് പവറുകൾ, ധാർമ്മികതയെ നശിപ്പിക്കുന്ന സീക്രട്ട് പവറുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക്. അജലോ മാജിക രഗച്ചനം പ്രൗഢാജിയ തരാജര പ്രൗഢബ കർമ്മ ശതാനിയ അർദ്ധോ നഗച്ഛം പ്രൗഢിബ ലഗച്ഛം ഉർത്തന ജാരം പ്രൗഢബ ശാർത്തനെ ഇജ്ജരം പ്രൗഢ ജയകാരിയ. Every secret power against the families, against the marriages, against the professions, against the education, against the ministry, against the churches, against the anointed servants, we break it in Jesus' name. We break it in Jesus' name. യേശുവിന്റെ നാമത്തിൽ എല്ലാ സീക്രട്ട് പവറുകളെയും the secret power working യേശുവിന്റെ നാമത്തിൽ രഹസ്യമായി വ്യാപരിക്കുന്ന എല്ലാ പവറുകളെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ദൈവസഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, തലമുറകൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ every secret power, every hidden force, we subduing it. എല്ലാ സീക്രട്ട് ഫോഴ്സുകളും തകർക്കപ്പെടട്ടെ. എല്ലാ സീക്രട്ട് ഫോഴ്സുകളും തകർക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പൗലോസ് മാൾട്ടയിൽ എത്തിയപ്പോൾ മറഞ്ഞു കിടന്ന ആണലി വെളിയിൽ ചാടിയതുപോലെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീ കയറുമ്പോൾ, അഭിഷേകത്തിന്റെ അഗ്നി കത്തുമ്പോൾ, ദൈവകൃപയുടെ അഗ്നി കത്തുമ്പോൾ മറഞ്ഞു കിടക്കുന്ന അണലി ശക്തികൾ, മറഞ്ഞു കിടക്കുന്ന അണലി പോരുകൾ come out, come out. I command in Jesus' name. എല്ലാം മറഞ്ഞു കിടക്കുന്ന പോരുകളും വെളിയിൽ വരട്ടെ. എല്ലാം മറഞ്ഞു കിടക്കുന്ന അന്ധകാര ശക്തികളും വെളിയിൽ വരട്ടെ. നാളുകളായി മറഞ്ഞു കിടന്ന് ദ്രോഹം ചെയ്യുന്ന, നാളുകളായി മറഞ്ഞു കിടന്ന് അന്യായം ചെയ്യുന്ന, നാളുകളായി മറഞ്ഞു കിടന്ന് തകർക്കുന്ന അജാനമഞ്ചാരിബൗഡ പ്രവാസിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെസ് bacha mara gacha rabana bashabo logo jolo doro sere deri ardene ke jali beli kaudi mashabola baitharam pravashya rogabania salvene bagariam prouda bal karmosya
Ragadana Chaulamane Karbadano Sebadani Ardubana Jabara Baudi Bardhanagara Baudia Pravoshia Dulamana Sandhoro Provoshia Karbania Oh Ragara Baudi Bepreviker Bebe Korma Satari approach Juna Mahasiam Terabani Shapravani. The secret power of lawlessness is already at work. ദൈവമക്കൾ നന്നേ തിരിച്ചറിയണം the secret power. The secret power. The secret power. Jesus. എൻ്റെ സഹോദരങ്ങളെ, എല്ലാ പാപത്തിന്റെ പിമ്പിലും, എല്ലാ സാമ്രാജ്യങ്ങളുടെ പിമ്പിലും, എല്ലാ സിസ്റ്റത്തിന്റെ പിമ്പിലും ഒരു സീക്രട്ട് പവർ ഉണ്ട്. ആ സീക്രട്ട് പവറിനെ ഫോക്കസ് ചെയ്ത് അതിനെ ക്യാൻസൽ ചെയ്യാത്തിടത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടത്തില്ല. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരംഭത്തിൽ ഞാൻ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 10 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ പറയുന്നത് the great city of Babylon. ഇവിടെ ബാബിലോൺ എന്താണ്? ഒരു ഗ്രേറ്റ് സിറ്റി ആയിട്ടാണ് പറയുന്നത്. കാണുമ്പോൾ ഈ ബാബിലോൺ എന്താണ്? ഒരു സിറ്റിയാണ്. ഇനിയും അടുത്തതായിട്ട് പറയുന്ന ഒരു ഭാഗം 11-ാം വാക്യം തുടങ്ങി 13-ാം വാക്യം വരെ വായിക്കുമ്പോൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, തുണി, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരം, പിച്ചള, ഇരുമ്പ്, മർമരക്കല്ല്, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, വീഞ്ഞ, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യ ദേഹം, മനുഷ്യ പ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കും. അവിടുത്തെ ആ മാർക്കറ്റിലേക്ക് ചെന്നാൽ നമുക്ക് കിട്ടുന്നതായ സാധനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂറോപ്യൻ പ്രൊഡക്ട്സിനെ നമുക്ക് കാണുവാൻ കഴിയും, ഏഷ്യൻ പ്രൊഡക്ട്സിനെ നമുക്ക് കാണുവാൻ കഴിയും, ഓസ്ട്രേലിയൻ പ്രൊഡക്ട്സിനെ നമുക്ക് കാണുവാൻ കഴിയും, അമേരിക്കൻ പ്രൊഡക്ട്സിനെ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായി എൻഷ്യന്റ് പ്രൊഡക്ട്സിനെ നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും അവസാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നിക്കാലിറ്റിക്കകത്ത്, ടെക്നോളജിയുടെ ആധുനികതയ്ക്കകത്തുകൂടെ കയറി വരുന്ന മോഡേൺ സാധനങ്ങളെ കാണുവാൻ കഴിയും. ഫുള്ളി കൊമേഴ്സ്യലൈസ്ഡ് സിറ്റി. ഈ ബാബിലോൺ പട്ടണം ദാനിയേൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 10 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് കൊമേഴ്സ്യൽ സിറ്റി. എന്ത് സാധനവും മേടിക്കാൻ ഇന്നത്തെ ദുബായ് പോലെ എന്തും കിട്ടുന്നതായിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ സിറ്റിയാണ്. എന്നാൽ 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിന്റെ പ്രാരംഭം ഭാഗം എന്ന് വായിക്കുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. ലോകം മുഴുവൻ കണ്ടതെന്താ? എ കൊമേഴ്സ്യൽ സിറ്റി. പക്ഷെ യോഹന്നാൻ കണ്ടതെന്താ? വിശുദ്ധന്മാരുടെയും യേശുവിന്റെയും സാക്ഷികളുടെയും രക്തം കുടിക്കുന്നതായ ഒരു സിറ്റി. Behind the commercialism there is a hidden force. ആധുനികതയുടെ പിമ്പിൽ, ടെക്നോളജിയുടെ പിമ്പിൽ, സയന്റിഫിക് ഇന്നോവേഷൻസിന്റെ പിമ്പിൽ, സിമ്പിൾ ആയിട്ട് പറയാം, iPhone 15 ഇറങ്ങിയപ്പോൾ എത്ര ലക്ഷം രൂപ വിലയുണ്ടായിരുന്നു? 1.5 ലക്ഷം രൂപ. ഇപ്പോൾ നിങ്ങൾ അത് മേടിക്കണമെങ്കിൽ എത്ര രൂപ വില വരും? 80,000, പകുതി വില. ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ്? 10%. 15 മാക്സിമം പോയാൽ ഒരു 10,000 അല്ലെങ്കിൽ 15,000. ബാക്കി ഇതിന്റെ 90% എന്തെടുക്കുന്നു? പിന്നെ ഒരു 10% നിങ്ങളുടെ പോയേക്കാം, അഡ്വർടൈസ്മെന്റും പ്രോഫിറ്റും എല്ലാം കൂടെ ഒക്കെ പോയേക്കാം. ഇറ്റ്സ് ഓക്കെ. ബാക്കി കാശ് മുഴുവൻ എവിടെ പോകുന്നു? iPhone 15 ഒരു മനുഷ്യൻ മേടിക്കുമ്പോൾ അവൻ അതിൽ കൊടുക്കുന്ന 90% കാശും iPhone 16 വേണ്ടിയുള്ള റിസർച്ചിന് വേണ്ടി അവൻ കൊടുക്കുകയാണ്. ഫ്യൂച്ചർ ഇൻവെൻഷൻസിന് വേണ്ടി,
ഫ്യൂച്ചർ സയന്റിഫിക് ഈ അപ്ഗ്രഡേഷന് വേണ്ടി ഇവൻ കൊടുക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഐഫോൺ 15 ഇറങ്ങുമ്പോൾ, ഐഫോൺ 16 ഇറങ്ങുമ്പോൾ ലോഞ്ച് ഡേറ്റിൽ തന്നെ ബുക്ക് ചെയ്ത് മേടിക്കുന്ന ഒരു ദൈവ പൈതൽ അറിഞ്ഞോ അറിയാതെയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, സംസാരിക്കുന്ന മൃഗത്തിന്, കൈമേലും നെറ്റിമേലും മുദ്ര പതിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ആ ടെക്നോളജിക്ക്, എതിർ ക്രിസ്തുവിന്റെ ശക്തിക്ക് അവൻ അറിഞ്ഞോ അറിയാതെയോ 1 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്യുകയാണ്. ഈ വർഷം സഭയ്ക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളവരെന്ന് കൈവക്കി ദൈവവേലയ്ക്ക്. എതിർ ക്രിസ്തുവിന്റെ ഭരണ സംവിധാനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളവരെന്ന് കൈവക്കി. പൊക്കത്തില്ലെന്നറിയാം, പക്ഷെ കൊടുത്തിട്ടുള്ളവർ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. The hidden forces behind commercialism. Babylon, the commercial city. പക്ഷെ വെളിപ്പാടുള്ളവൻ കണ്ടു മ്ലേച്ഛതകളുടെ വേശ്യമാരുടെ മാതാവ്. അവിടെ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അവിടെ കൊമേഴ്സ്യലിസമാ, പക്ഷേ ഇവള് ജനിപ്പിക്കുന്നത് മുഴുവൻ ആരെയാ? ഇവള് ജനിപ്പിക്കുന്നത് മുഴുവൻ മ്ലേച്ഛതകളെ. ഹോളി സ്പിരിറ്റ്. ഒരു കൊമേഴ്സ്യൽ സിറ്റി കൊമേഴ്സ്യൽ പ്രൊഡക്ട്സ് മാത്രമല്ല കൊണ്ടുവയ്ക്കുന്നത്, അവൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അവർക്കൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ആ പ്രൊഡക്ടിവിറ്റി മ്ലേച്ഛതകളെയും ദൈവമാർഗത്തിന് എതിരായിട്ടുള്ളവരെയും. എന്നിട്ട് ഈ പ്രൊഡക്ടിവിറ്റി, ഏതൊരു സംഗതിക്കും പ്രൊഡക്ടിവിറ്റി ചെയ്തു കഴിയുമ്പോൾ എനർജി ലോസ് ഉണ്ടാകും. ഈ എനർജിയുടെ ബാക്കപ്പിന് വേണ്ടി ഇവൾ എന്തുവാ കുടിക്കുന്നത്? വിശുദ്ധന്മാരുടെയും ആമേൻ യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഇവൾ എനർജി ബാക്കപ്പ് ചെയ്തുകൊണ്ട് അവൾ തിന്മയെ വീണ്ടും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുകയാണ്. എത്ര ഭയങ്കരമായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. 17-ാം അധ്യായത്തിൽ ബാബിലോണിന്റെ മാർമികമായ ദർശനം. ഇപ്പുറത്ത് വരുമ്പോൾ ഒരു സെക്യുലർ കാഴ്ചപ്പാട്. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാണുന്നതിനെ നോക്കിയിരിക്കരുത്, കാണാത്തതിനെ ഫോക്കസ് ചെയ്യണം. കാണാത്തതിനെ ഫോക്കസ് ചെയ്യണം, കാണാത്തതിനെ ഫോക്കസ് ചെയ്യണം, കാണാത്തതിനെ ഫോക്കസ് ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ബൈബിളിലേക്ക് തന്നെ കടന്നു വന്നാൽ, ബൈബിളിലേക്കും ഇന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായ 4 ബാബിലോൺ സാമ്രാജ്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, നോഹയുടെ പ്രളയത്തിനു ശേഷം മത്സരികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബാബേൽ ഗോപുരവും അതിനോട് ചേർന്ന് ഒരു പട്ടണവും ഉണ്ടാക്കി. അതിനുശേഷം നെബൂഖദ്നേസറിന്റെ കാലത്ത് വീണ്ടും 2ാമത്തെ ബാബിലോൺ കയറി വന്നു. നിയോ ബാബിലോൺ എന്നാണ് ബിബ്ലിക്കലി അതിന് പറയുന്നത്. എന്നാൽ 1990കളിലേക്ക് കടന്നു വരുമ്പോൾ സദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാഖ് എന്ന് പറയുന്ന രാഷ്ട്രം കയറി വന്നു. സദാം ഹുസൈൻ തന്നെത്താൻ പറഞ്ഞിരുന്നത് ഞാൻ നെബൂഖദ്നേസറിന്റെ മകനാണെന്നാണ് പറഞ്ഞിരുന്നത്. സ്തോത്രം. ബാബിലോൺ യെശയ്യാ 45-ൽ പറയുന്നുണ്ട്, ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രക്കതകുകളെ ഉടയ്ക്കും. അത് ബാബിലോണിലെ ഗേറ്റ് ആയിരുന്നു, ഇഷ്താർ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് ആയിരുന്നു. സ്തോത്രം. ഈ നെബൂഖദ്നേസറിന്റെ കൊട്ടാരം പോലെ സദാം ഹുസൈൻ വീണ്ടും ഇറാഖിൽ കൊട്ടാരം പണിയുവാൻ തുടങ്ങി. സ്തോത്രം. 2, ബാബിലോണിൽ ഉണ്ടായിരുന്ന ഇഷ്താർ ഗേറ്റ് പോലെ വീണ്ടും താൻ ഒരു ഇഷ്താർ ഗേറ്റ് പണിതു. ഇറാഖിൽ ഇഷ്താർ ഗേറ്റ് പണിതു. ഇന്നും ഇഷ്താർ ഗേറ്റ് അവിടെയുണ്ട്. സ്തോത്രം. എന്നാൽ അതിന്റെ അകത്തുള്ള നെബൂഖദ്നേസറിന്റെ കൊട്ടാരം പണിതീരാതെ, സദാം ഹുസൈന്റെ കൊട്ടാരം പണിതീരാതെ ഇന്നും കിടപ്പുണ്ട്. കണ്ടോ, 3ാമത്തെ ബാബിലോൺ എംപയർ. ഇനിയും വീണ്ടും വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസ്കറ്റോളജിക്കലി അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ളതായ ഒരു ബാബിലോൺ എംപയർ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് 12-13 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സൈറ്റനിക് ട്രിനിറ്റിയെ നമുക്ക് കാണുവാൻ കഴിയും. പൈശാചിക തൃത്വത്തെ കാണുവാൻ കഴിയും. 1, സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് നിലത്ത് വീഴുന്ന മഹാസർപ്പ. 2, ഭൂമിയിൽ നിൽക്കുന്ന മൃഗ. 3, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗ. ഈ മൃഗങ്ങളിൽ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 2-3 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, 2-3 1 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വരെ നമുക്ക് വരുമ്പോൾ അതൊരു സാമ്രാജ്യത്തിന്റെ ദർശനമാണ്. അവിടെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് അത് പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കിങ്ഡത്തിന് സിമിലർ
ആയിട്ട്, അടുത്ത കരടിയുടെ കാൽ പോലെ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. പേർഷ്യയിൽ നിന്നുകൊണ്ട് ഗ്രീക്കിന്റെ ശരീരം, എന്നിട്ട് സിംഹത്തിന്റെ വായ് പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തലകളിൽ ഒന്ന് അതിന്റെ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ 7 തലകൾ അതിനുണ്ട്. ആ 7 തലകളിലെ ഒരു തല എന്ന് പറയുന്നത്, സ്തോത്രം, മരണകരമായ മുറിവ് ഏറ്റതുപോലെ ഞാൻ കണ്ടു. മരണകരമായ ആ മുറിവ് പൊറുത്തുപോയി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെട്ടേറ്റ് നിലത്ത് വീണ് തകർന്നു പോയ ഒരു കിങ്ഡം, ഒരു പേഗൻ കൾച്ചർ, ഒരു പേഗൻ കിങ്ഡം അന്ത്യകാലത്ത് വീണ്ടും എഴുന്നേറ്റ് വന്ന് ഈ 7 തലകളുടെ ഇടയിൽ കയറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, the secret powers, the secret authorities behind the territorial kingdoms. പക്ഷെ ദാനിയേലിനെ നോക്കിയിട്ട് ബാബിലോണിലെ രാജാവ് ഒരു കാര്യം പറഞ്ഞു, നോ സീക്രട്ട് ട്രബിൾ സീ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ സാമ്രാജ്യത്തിന്റെ പിമ്പിൽ, ഇന്ന് നിങ്ങൾ കാണുന്ന രാഷ്ട്രീയതയുടെ പിമ്പിൽ, ഇന്ന് നിങ്ങൾ കാണുന്ന ലോക ശക്തികളുടെ പിമ്പിൽ, ഇന്ന് നിങ്ങൾ കാണുന്ന കൊമേഴ്സ്യലിസത്തിന്റെ പിമ്പിൽ, ഇന്ന് നിങ്ങൾ കാണുന്ന ഏത് റാക്കറ്റുകളുടെ പിമ്പിലോ, ഏതൊക്കെ ദുരാത്മാക്കൾ വ്യാപരിക്കുന്നുണ്ടെങ്കിലോ, ഏതൊക്കെ ഹിഡൻ ഫോഴ്സസ്, ഏതൊക്കെ ഹിഡൻ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലോ, യെസ്, നോ സീക്രട്ട് വിൽ ബി എ ബർഡൻ ഫോർ യു, നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു. ഒരു രഹസ്യ പദ്ധതികൾക്ക്, ഒരു രഹസ്യ ഗൂഢാലോചനകൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കാല ജപാലക പ്രൗഢവാനി, the secret powers behind the positions, all the forces behind the authorities, അൽജനം പ്രൗഢ ജഗാര പ്രൗഢവാനി. ഞാൻ ഇന്ന് രാത്രി എന്റെ ദൈവമക്കളോട് പറയട്ടെ, നിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരത്തിൽ ഇരിക്കുന്നവൻ, നിന്റെ ഓർഗനൈസേഷന്റെ അധികാരത്തിൽ ഇരിക്കുന്നവൻ പിശാച് പോലെ പെരുമാറിയാൽ അവന്റെ പുറകിൽ ഒരു പിശാച് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ എല്ലാം മറഞ്ഞിരിക്കുന്ന ഫോഴ്സുകളോ, every hidden forces, every secret powers, യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥനയിൽ ബ്രേക്ക് ചെയ്ത് കയറിവാ, പ്രാർത്ഥനയിൽ ബ്രേക്ക് ചെയ്ത് കയറിവാ, അഭിഷേകത്തോടെ ബ്രേക്ക് ചെയ്ത് കയറിവാ. ജമനഘടം പ്രൗഢമാനിയ ദാനിയേലേ, നിന്റെ അകത്തൊരു അഭിഷേകം ഞാൻ കണ്ടു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാ, ഒരു രഹസ്യത്തിന് നിന്നെ വിഷമിപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ അകത്തൊരു തീ ഞാൻ കണ്ടോ, അതുകൊണ്ട് മറഞ്ഞു കിടക്കുന്ന ഒന്നിന് നിന്നെ ഒന്നും തൊടാൻ കഴിയത്തില്ല. പൗലോസേ, താങ്കളുടെ അകത്തൊരു അഭിഷേകത്തെ ഞാൻ കണ്ടോ, അതുകൊണ്ട് മറഞ്ഞു കിടന്ന് കയ്യെ കയറി പറ്റുന്ന ഒരു നാണലിക്കോ നിന്നെ മുറിവേൽപ്പിക്കാൻ, നിന്നെ കെടുപ്പിക്കളവാൻ സാധ്യമല്ല. സാൽധന ജരാധരം പ്രൗഢജ അർജനം പ്രൗഢാകലാശ പ്രൗഢമാർദ്ധനാജിയ. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, ആമേൻ, യേശുവും ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് പോകുമ്പോൾ പിശാച് ആദ്യം എന്തുവായിരുന്നു ചെയ്തതെന്നറിയാമോ? അവൻ കടലിളക്കി ഈ പടകിനെ മുക്കാൻ നോക്കുകയായിരുന്നു. And a storm came down. A storm wind came down. ഒരു കടലിനെ അവൻ ഇളക്കി, ഒരു തടാകത്തെ ഇളക്കി പടകിനെ മറിക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ യേശു ഗദരദേശത്തേക്ക് ചെന്നപ്പോൾ ഇവൻ ആ മനുഷ്യന്റെ അകത്ത് നിന്ന് എന്തോ പറയുന്നേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ഞങ്ങളെ ദണ്ഡിപ്പിക്കല്ലേ, നീ പറയുന്നിടത്തോട്ട് ഞങ്ങൾ പൊക്കോളാമേ, പിന്നെ ഞങ്ങൾക്കൊരു കൺസെഷൻ തരണമേ. പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കടലിളക്കി നിന്നെ മറിക്കുമെന്ന് പറഞ്ഞ ശക്തികൾ നിന്റെ മുമ്പിൽ നിന്ന് തൊഴുന്ന ഒരു സീസണിലേക്ക് കയറുകയാണ്. കടലിളക്കി ദൈവസഭയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ്, കടലിളക്കി അഭിഷക്തന്മാരെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ്, കടലിളക്കി നിന്റെ പടകിനെ മറിക്കുമെന്ന് പറഞ്ഞ്, കടലിളക്കി നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ അന്ധകാര ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങളെ ദണ്ഡിപ്പിക്കല്ലേ എന്ന് പറയുന്ന ഇന്നിന്റെ പ്രതികൂലങ്ങൾ നാളെയുടെ അധികാരമായി
ഇന്നിന്റെ പ്രതികൂലങ്ങൾ നാളെയുടെ അധികാരമായി, ഇന്നിന്റെ പരിശോധനകൾ നാളെയുടെ അഭിഷേകമാകട്ടെ. ഇന്നലകളിൽ കടലിളക്കിയ പോരാട്ട നാളെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും. അഭിഷക്തനെ, ഇന്നലകളിൽ നിന്റെ പടക് മറിക്കുമെന്ന് പറഞ്ഞ്, നിന്നെ കടലിൽ മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ്, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ്, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വ്യാപരിച്ച ശക്തികൾ നാളെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഇക്ഷ വരയ്ക്കും. I belong to Jesus. I belong to Jesus. I belong to Jesus. ഞാൻ യേശുവിനുള്ളവൻ, ഞാൻ യേശുവിനുള്ളവൻ. അർദ്ധന മജാനവ പ്രൗഢബാലിയ, അർദ്ധന ജഗം പ്രൗഢവൽക്കരം പ്രൗഢബാനിയ. Hidden secret mysterious powers, authorities behind the commercialism, behind the kingdoms. അതിനെ ഒരു ദൈവ പൈതൽ കീഴ്പ്പെടുത്തും. ദാനിയേലേ, ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ല. അത് സാമ്രാജ്യങ്ങളുടെ പുറകിലുള്ള രഹസ്യമായിരുന്നാലും, അത് കൊമേഴ്സ്യലിസത്തിന്റെ പിമ്പിലുള്ള മിസ്റ്ററി ആയിരുന്നാലും, ഏത് രഹസ്യ അജണ്ട ആയിരുന്നാലും നിന്നെ സംബന്ധിച്ച് അത് ഒരു പ്രശ്നമല്ല. ആമേൻ. നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞ്, നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. No secret troubles you. No secret troubles you. No secret will be a burden for you. Amen. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, സമയം വേഗത്തിൽ പോകുമ്പോൾ. എൻ്റെ സഹോദരങ്ങളെ, സാമ്രാജ്യങ്ങളുടെ രഹസ്യങ്ങളുള്ളത്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ വരും. അപ്പോ എല്ലാ പ്രവർത്തികളുടെയും പിമ്പിൽ എന്തുണ്ട്? രഹസ്യമുണ്ട്. സീക്രട്ട് ബിഹൈൻഡ് ആക്ഷൻസ്. പ്രവർത്തികളുടെ പിമ്പിലുള്ള രഹസ്യം. ഞാൻ അതിന്റെ 1-2 ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാം. 64-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 64-ാം സങ്കീർത്തനം 2-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദുഷ്കർമ്മികളുടെ ഈവിൾ ഡൂവേഴ്സ്. അവിടെ ഒരു ആക്ഷൻ ആണ് പറയുന്നത്. ഈവിൾ എന്നല്ല പറയുന്നത്, ഈവിൾ ഡൂവേഴ്സ്. ഈവിൾ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ പവറാണ്. അതിനെ കൈനറ്റിക് പവറിലേക്ക്, അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതൊരു വേർബാണ്, അതൊരു ക്രിയാത്മക പദമാണ്, അതൊരു ക്രിയാപദമാണ്. ഈ ദുഷ്കർമ്മി എന്ന് പറഞ്ഞാൽ, ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് വരികയാണ്. പാപമായിട്ടിരിക്കാം, പാപം ഒരു വസ്തുതയായിട്ടിരിക്കാം, പാപം ഒരു ആക്ഷൻ ആകാം. പാപം ഒരു വസ്തുതയായിട്ടിരിക്കാം, പാപം ഒരു ആക്ഷൻ ആകാം. കോപം അകത്തിരിക്കുമ്പോൾ അതെന്തായിട്ടിരിക്കും? അതൊരു വസ്തുതയായിട്ടിരിക്കും. ദാറ്റ് വിൽ ബി എ ഫാക്ട്. പക്ഷേ ഞാൻ കോപം കൊണ്ട് ഒരുത്തനെ അടിച്ചു കഴിയുമ്പോൾ ഫാക്ട് എന്തായി മാറി? ആക്റ്റായി മാറി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് അടുത്ത ഭാഗത്ത് വരാം. അകൽ ഇവിടെ പറയുന്നത് ആക്റ്റാണ് പറയുന്നത്. ഈ ആക്ടിന്റെ പുറകിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? ദുഷ്കർമ്മികളുടെ ഗൂഢ ആലോചന എന്ന് പറയുകയാണ്. സീക്രട്ട് കൗൺസിൽ. മുമ്പേ നമ്മൾ എന്താണ് പറഞ്ഞത്? സീക്രട്ട് പവർ. ഇപ്പോൾ അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സീക്രട്ട് കൗൺസിൽ. പക്ഷേ സീക്രട്ട് കൗൺസിലിനെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, നോ സീക്രട്ട് ട്രബിൾസ് മീ. No secret troubles me. Yeah. നിനക്കെതിരെ രഹസ്യ പദ്ധതികൾക്ക് എവിടെ അടച്ചിട്ട മുറിക്കകത്ത് അടക്കം പറഞ്ഞാലും, ആമേൻ, സെല്ലുലാർ കോൾ ചെയ്യാതെ വാട്സപ്പ് കോൾ തന്നെ ചെയ്യും. കാരണം കോൾ റെക്കോർഡ് ശേഷിപ്പിക്കരുത്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കോൾ തന്നെ ചെയ്യും. കാരണം അത്ര കോൺഫിഡൻഷ്യൽ ആയിരിക്കണം നിനക്കെതിരെയുള്ള പദ്ധതി എന്ന് പറഞ്ഞ് വൈശാരിക മണ്ഡലങ്ങൾ നിനക്കെതിരെ സീക്രട്ട് കൗൺസിലുകൾ എഴുതുമ്പോൾ സ്വർഗം പറയുകയാണ്, no secret.
No secret troubles you. രാജാവ് പറയുകയാ, ആമേൻ, മന്ത്രിമാരും മഹത്തുക്കളുമുള്ള രാജാവ് ദാനിയേലിനെ നോക്കി പറയുക, എന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ മന്ത്രി പ്രമുഖന്മാർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാല്, ആമേൻ, അടിമയായി അന്യദേശത്തു നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ മധുര പലഹാരങ്ങൾ ഒന്നും കഴിക്കാതെ പച്ചവെള്ളവും ശാഖപദാർത്ഥവും തിന്നുകൊണ്ടിരിക്കുന്ന ഈ എളിയ മനുഷ്യ, ഞങ്ങളുടെ ഗൂഢാലോചന പദ്ധതികൾ എന്തൊക്കെ ചെയ്താലും നിന്റെ നേരെ അത് സാധ്യമാകത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. Cancel the secret councils. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവമക്കൾ ഗൂഢാലോചനകളെ ശാസിക്കണോ? ദൈവജനത്തിനെതിരെയുള്ള രഹസ്യ അജണ്ടകൾ, ഗൂഢാലോചനകൾ ഇന്ന് പകൽ ഇതിനകത്ത്, ഈ സമയം ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കരിയറിനകത്ത്, നിന്റെ പ്രൊഫഷനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ പാടുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും വംശങ്ങളോ കൂടിയാലോചന കഴിക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവർ ആ സീക്രട്ട് അജണ്ടകളെ കണ്ടൊന്ന് ചിരിച്ചാട്ട്. സ്വർഗത്തിൽ വസിക്കുന്നവർ പിശാചിന്റെ ഗൂഢാലോചനകളെ കണ്ട് കരയത്തില്ല. സ്വർഗത്തിൽ വസിക്കുന്നവർ, ആത്മതലത്തിൽ ചലിക്കുന്നവർ പൈശാചിക പദ്ധതികളെ കണ്ട് കരയത്തില്ല. They can cancel it. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവർ ആത്മമണ്ഡലത്തിലുള്ള ദൈവമക്കളെല്ലാം കൂടെ ചിരിക്കാൻ തുടങ്ങി. എന്താ കാര്യമെന്നറിയാമോ? കർത്താവ് അവരെ പരിഹസിച്ചോ. ആമേൻ. 3 തലമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം കൂടെ കൂടിയാലോചന, രഹസ്യമായിട്ടൊരു കൗൺസിൽ കൂടി. ആ കൗൺസിലിൽ പറഞ്ഞതെല്ലാം സ്വർഗത്തിൽ വസിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഇരിക്കുന്ന ദൈവജനം കേട്ടു. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കാട്ടിൽ ഉയർന്ന സ്വരത്തിൽ അവരുടെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഈ രാജാക്കന്മാരുടെ ഗൂഢപദ്ധതിയെ പരിഹസിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഇരിക്കുന്ന ദൈവജനം ചിരിക്കാൻ തുടങ്ങി. പ്രതികൂലം മാത്രം കണ്ടാ പോരാ, അതിന്റെ പ്രതിവിധിയും കൂടെ നിന്റെ കാതിൽ കേൾക്കണം. ആത്മമണ്ഡലത്തിൽ പിശാചിനെ മാത്രം കണ്ടാ പോരാ, അതിന്റെ മുകളിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണണോ? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന മുഴക്കുന്നത് പതിഞ്ഞ സ്വരത്തിലാണെങ്കിൽ, ആ ഗൂഢാലോചന കേട്ട് ദൈവം പരിഹസിക്കുന്നത് ഉയർന്ന സ്വരത്തിലായിരിക്കുക. ശത്രുവിന്റെ പതിഞ്ഞ സ്വരം കേട്ട് നീ മുട്ടുവിറയ്ക്കരുത്. ദൈവത്തിന്റെ ഉയർന്ന സ്വരം കേട്ട് നീ സന്തോഷിക്ക. സ്വർഗത്തിൽ വസിക്കുന്നവർ പൈശാചിക ഗൂഢാലോചനയുടെ മുമ്പാകെ ചിരിക്കുക തന്നെ ചെയ്യും. സീക്രട്ട് പവേഴ്സ്, സീക്രട്ട് കൗൺസിൽസ്. ഇന്ന് പകൽക്കാല ഇന്ന് രാത്രി സമയം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ചില സീക്രട്ട് പ്ലോട്ടുകളെ ദൈവം പൊളിക്കുകയാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു?
അർദ്ധന ജബാലിയ. കിങ് ജെയിംസ് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, സീക്രട്ട് പ്ലോട്ട് ഓഫ് ദ വിക്കഡ്. സീക്രട്ട് പ്ലോട്ട് ഓഫ് ദ വിക്കഡ്. നിനക്കെതിരെ പിശാച് വെക്കുന്ന ചില രഹസ്യ കളങ്ങളെ, നിനക്കെതിരെ പിശാച് വെക്കുന്ന ചില രഹസ്യ കളങ്ങളെ സ്വർഗം ഇന്ന് രാത്രി പൊളിക്കുക. എല്ലാ രഹസ്യ അജണ്ടകളോ, എല്ലാ രഹസ്യ ഗൂഢാലോചനകളോ, every secret mysterious plots, every mysterious agendas, every secret counsels, നീ അറിയാതെ നിന്നെ കുറിച്ച് പറയുന്ന, നീ അറിയാതെ നിനക്കെതിരെ ഗൂഢതന്ത്രം മെനയുന്ന, നിന്നെ തകർക്കാൻ പണി വിടുന്ന അച്ചായന്മാരുടെ മീതെ ദൈവം നിന്നെ കയറ്റി നിർത്തി. നിന്റെ മേൽ ദൈവിക അധികാരം. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്, അഭിഷക്തന്മാർക്ക് എതിരായി ഉയർന്നു വരുന്ന, പൊങ്ങി വരുന്ന സകലവിധമായ രഹസ്യ സീക്രട്ട് പ്ലോട്ടുകളോ, എല്ലാ സീക്രട്ട് പ്ലോട്ടുകളോ, എല്ലാ സീക്രട്ട് അജണ്ടകളോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, എല്ലാ സീക്രട്ട് കൗൺസിലുകളോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. സ്തോത്രം. സീക്രട്ട് പവേഴ്സ്, സീക്രട്ട് അതോറിറ്റീസ്, സീക്രട്ട് പ്ലോട്ട്സ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, രഹസ്യ അധികാരങ്ങൾ, രഹസ്യ ശക്തികൾ, രഹസ്യ ഗൂഢാലോചനകൾ. രഹസ്യ ഗൂഢാലോചന എന്നല്ല, ഗൂഢാലോചന, രഹസ്യമായ ആലോചനകൾ. സ്തോത്രം. അടുത്ത അതിന്റെ ഒരു തെളിവിലേക്ക് കടന്നു വരുമ്പോൾ, ഇത് ആർക്കെതിരെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് നാം ശ്രദ്ധിച്ചാൽ, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരും. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ഞാൻ മതിൽ പണിതു, എന്നാൽ ഞാൻ മതിൽ പണിതു, എന്നാൽ ഞാൻ മതിൽ പണിതു. നെഹമ്യാവേ, യെരൂശലേമിന്റെ മതില് ഒരാളെ കൊണ്ട് പണിയാൻ പറ്റുമോ? യെരൂശലേമിന്റെ മതിൽ ഇസ്രായേലിൽ മടങ്ങി വന്ന ഒരു വലിയ വിഭാഗം ചേർന്നല്ലേ പണിതത്. നെഹമ്യാവ് പറയുകയാണ്, പണിതത്, കല്ലെടുത്തതും മണ്ണ് ചുമ്മിയതും കട്ട വെച്ചതും ഒക്കെ ഒത്തിരി പേരാ. പക്ഷെ ശത്രുവിന്റെ ടാർജറ്റിൽ കല്ല് വെച്ചവനെതിരെ അല്ലായിരുന്നു പോരെ, മണ്ണ് വാരിയവനെതിരെ അല്ലായിരുന്നു പോരെ, പോരാർക്കെതിരെയായിരുന്നു? അധികാരമുള്ള നെഹമ്യാവിനെതിരെ. ഞാൻ ഒന്ന് പറയട്ടെ, സ്പിരിച്വൽ റലത്തിൽ ലേബേഴ്സിനോടല്ല പോര്, അതോറിറ്റിയിൽ നിൽക്കുന്നവരോടാ പോര്. കല്ല് ചുമ്മുന്നവനോടല്ല പോര്. ഇത് മുഴുവൻ പണിതതാരാ? നെഹമ്യാവ. ബാക്കിയുള്ളവരെ സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇതിനു വേണ്ടി അധികാരം, രാജാവിന്റെ കയ്യിൽ നിന്ന് അധികാരം മേടിച്ചു വന്ന് ബ്ലോക്കേഡ് മാറ്റാൻ ഒരുത്തൻ നിൽക്കുന്നില്ലേ, അവനെയാണ് ടാർഗറ്റ്. ഇന്ന് രാത്രി നീ അറിയണം, നിന്റെ കുടുംബത്തിലെ നെഹമ്യാവ് നീയാണെങ്കിൽ, നിന്റെ സഭയുടെ നെഹമ്യാവ് നീയാണെങ്കിൽ, നിന്റെ തലമുറയുടെ നെഹമ്യാവ് നീയാണെങ്കിൽ, നിനക്കെതിരെ ഒരു ടാർഗറ്റ് ഉണ്ട്. ജീസസ്. എന്നിട്ട് 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സെൻബല്ലത്തും തോബിയാവും അറാബ്യനായ ഗേഷേമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും. 3 പേരെ എണ്ണി, പിന്നെ ബാക്കി എണ്ണാൻ വയ്യാത്തോണ്ട് പറഞ്ഞു ബാക്കി എല്ലാവരും കൂടെ ചേർത്ത്. എന്നാൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 പേരെ മാത്രമാണ് പറയുന്നത്. സെൻബല്ലത്തും ഗേഷേമും എന്റെ അടുക്കൽ ആളയച്ചു. അപ്പൊ ബാക്കി ഉള്ളവരെല്ലാം എവിടേക്ക് മാറി? ബിഹൈൻഡ് ദ സ്ക്രീൻ. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, അമാൻ. ഞാൻ അടുത്ത സുവിശേഷത്തിലെ ഒരു വാക്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അവരല്ല അതിന്റെ സംഗതി. അതിന്റെ മറവിൽ, ബ്ലേഡ് വിഷനിൽ
കുറേ പേര് കാണും. നമ്മളൊക്കെ ഈ പോർട്രേറ്റ് ഫോട്ടോയുടെ ഒരു സീസൺ ആണല്ലോ ഇപ്പൊ. ഈ പോർട്രേറ്റ് ഫോട്ടോയ്ക്കകത്ത് വിസിബിളായിട്ടുള്ള ഒരാളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ അപ്പുറം ബ്ലേഡായിട്ട് കുറേ പേരുണ്ട്. അപ്പൊ സെൻബല്ലത്തും ഗേശേമും നെഹമ്യാവിന്റെ അടുക്കൽ പറയുകയാണ്, നേരിട്ടല്ല, ആ രണ്ടുപേരിൽ നിന്ന് ഇപ്പോൾ നെഹമ്യാവിന്റെ അടുക്കലേക്ക് എത്ര പേര് വന്നു? ഒരാൾ. കണ്ടോ, വലിയൊരു ഗ്രൂപ്പ് സംഘം കൂടി രണ്ടുപേരെ നിയോഗിച്ചു. അവര് രണ്ടുപേരും കൂടെ എഴുത്തുണ്ടാക്കി ഒരാളെ വിട്ടു. ഒരു ദൈവ പൈതൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ കയറുന്ന പ്രശ്നം ഇങ്ങനെയായിരിക്കും. ഒന്ന് വന്നു, രണ്ട് വന്നു, മൂന്ന് വന്നു. Behind the screen. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നാം ഓരോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. അവർ പറയിച്ച ഇവൻ വന്ന് പറഞ്ഞുവെന്നല്ല നെഹമ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത്, പറയിച്ചു. നിങ്ങൾക്കെതിരെ പലതും പറഞ്ഞതല്ല, ആമേൻ, നിങ്ങൾക്കെതിരെ പലതും പറഞ്ഞതല്ല, പറയിച്ചതാ. പറഞ്ഞതല്ല, പറയിച്ചതാ. പക്ഷേ ആരൊക്കെ പുറകിൽ നിന്ന് പറയിച്ചാലും നോ സീക്രട്ട് ട്രബിൾസ് യു, നോ സീക്രട്ട് ട്രബിൾസ് യു, നോ സീക്രട്ട് ട്രബിൾസ് യു. യെസ്, എൻ്റെ സഹോദരങ്ങളെ, 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സെൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തൻ്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. അതിനുശേഷം ഭയങ്കരമായ ഭീഷണികളൊക്കെ പറഞ്ഞു. എന്നാൽ 2-ാം വാക്യത്തിൻ്റെ അവസാനത്തെങ്കിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഒരു ദൈവ പൈതലിനെതിരായി ദോഷം ചെയ്യുവാൻ, സീക്രട്സ് ബിഹൈൻഡ് ആക്ഷൻസ്. പക്ഷേ ആ കൗൺസിലുകളെ നെഹമ്യാവ് എന്ത് ചെയ്തു? നെഹമ്യാവ് പറഞ്ഞു, ഞാനിവിടെ ദൈവവേലയിൽ വ്യാപൃതനാണ്, എനിക്ക് അവിടേക്ക് വരാൻ ടൈമില്ല. ഇഫ് യു സ്പെൻഡ് യുവർ ടൈം വൈസ്ലി, നമ്മുടെ സമയം നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ സീക്രട്ട് കൗൺസിലുകളെ നമുക്ക് തകർക്കാൻ കഴിയും. ജീസസ്, ആമേൻ. ഞാൻ ഇതിനകത്ത് ഇടയ്ക്കൊന്ന് പറയുകയാണ്, അഭിഷക്തന്മാരെ കുറ്റം പറയുന്ന, പരിശുദ്ധാത്മാവിനെ കുറ്റം പറയുന്ന വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബിൽ പോപ്പപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എപ്പോഴൊക്കെയോ നിങ്ങൾ അതിൽ 1-2 എണ്ണം കണ്ടിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ വേണമെങ്കിൽ ഫുള്ള് തപ്പിക്കോ, ഒരു വീഡിയോ പോലും പോപ്പപ്പ് ചെയ്യത്തില്ല. കാരണം ഏതെങ്കിലും ആദ്യകാലത്ത് പോപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ 3 ഡോട്ട് എടുത്ത് ഡു നോട്ട് റിക്കമെൻഡ് ദ ചാനൽ എന്നടിച്ചിട്ടുണ്ട്. എൻ്റെ ഓഡിയൻസ് അല്ല അവരുടെ ഓഡിയൻസ്. നിങ്ങൾ ആരുടെ ഓഡിയൻസ് ആണ്? നിങ്ങൾ ആരുടെ ഓഡിയൻസ് ആണ്? ദൈവകൃപയ്ക്കെതിരായ, ദൈവ പദ്ധതിക്കെതിരായതിന് നിങ്ങളുടെ സമയം കൊടുക്കരുത്. നെഹമ്യാവ് പറഞ്ഞു, ഞാനിവിടെ ഒരു വലിയ വേല ചെയ്തു വരുന്നു, മെനക്കേട് പരിപാടിക്ക് ഞാൻ പോകത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയുക, മെനക്കേട് പരിപാടിക്ക് പോകരുത്. ആമേൻ. മെനക്കേട് വീഡിയോസിന് പോകരുത്, മെനക്കേട് ചാറ്റുകൾക്ക് പോകരുത്, മെനക്കേട് കോൺവെർസേഷനുകൾക്ക് പോകരുത്. നിന്നെ മെനക്കേട് കോൺവെർസേഷനുകളിൽ, മെനക്കേട് ക്ലബ് ഹൗസുകളിൽ, മെനക്കേട് ചാറ്റ് റൂമുകളിൽ, മെനക്കേട് ഫേസ്ബുക്കുകളിൽ നിന്നെ കൊണ്ടുപോകുമ്പോൾ അതിനെ അകത്ത് നിന്നെ തകർക്കാൻ, നിന്നോട് ദോഷം ചെയ്യുവാനുള്ള നിരൂപണമുണ്ട്. Be separated, be separated, be separated, be separated. അമാൻ. സമയം അവസാനിക്കുമ്പോൾ അമാൻ, ഞാൻ ഒരു ഭാഗം കൂടെ പറയാം. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു സീക്രട്ട് 90-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 90-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ ഈ ഹോളിൽ കയറി വന്ന സമയം തുടങ്ങിയ ശുശ്രൂഷയിൽ ശക്തമായി അതിനെതിരെ ശുശ്രൂഷിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു.
ആമേൻ. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ആമേൻ. സീക്രട്ട് സിൻസ് ഒരു മനുഷ്യന്റെ അകത്ത് എത്രത്തോളം ആമേൻ രഹസ്യ പാപങ്ങൾ കിടക്കുമോ, ആ രഹസ്യ പാപങ്ങൾ ആ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ രഹസ്യ പാപം നിങ്ങളുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നൊക്കെ ഉള്ളത് നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ ന്യായവിധിയുടെ കാരണം. എന്നാൽ അതിനു മുമ്പേ ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു രഹസ്യ പാപം നിങ്ങളുടെ അകത്ത് കിടക്കുമ്പോൾ പിശാച് ഇതെന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ എവിടെ സ്റ്റെപ്പ് ചെയ്താലും നിങ്ങൾക്കെതിരെയുള്ള ഒരു ഡിമോണിക് ക്ലെയിം ആയിട്ട് നിങ്ങളുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ, നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേ, നിങ്ങളെ അപവാദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ രഹസ്യ പാപങ്ങളെ കർത്താവ് പറയുകയാണ്, ഈ രഹസ്യ പാപങ്ങളെ ദൈവം എവിടെ കൊണ്ടുപോയി വെച്ചോ? ചർച്ചിലെ ലൈറ്റിന്റെ കീഴിലാണോ കൊണ്ടുവച്ചത്? സൂര്യന്റെ വെളിച്ചത്തിന്റെ കീഴിലാണോ കൊണ്ടുവച്ചത്? അല്ല, പിന്നെ ഈ രഹസ്യ പാപങ്ങളെ ദൈവം എവിടെ കൊണ്ടുവച്ചോ? ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ കൊണ്ടുവച്ചു. ഹോളി സ്പിരിറ്റ്, ആമേൻ ആമേൻ. നിന്റെ മുഖപ്രകാശത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ റീഡിംഗ് ലൈറ്റ് ഓൺ ചെയ്തു വെച്ചിട്ട് നിന്റെ മുഖപ്രകാശത്തിൽ കൗണ്ടനൻസ്, ലൈറ്റ് ഓഫ് ദൈ കൗണ്ടനൻസ് നിന്റെ മുഖപ്രകാശത്തിൽ വെച്ച് നീ രഹസ്യമായിട്ട് അത് ഓരോന്നിനെ നോക്കിക്കൊണ്ടിരുന്നോ? ആമേ. മനുഷ്യന്റെ കയ്യിൽ നിങ്ങളുടെ ഒരു രഹസ്യപാപം കിട്ടിയാൽ അത് സൂര്യന്റെ വെളിച്ചത്തിൽ കൊണ്ടുവെക്കോ. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ ഒരു മനുഷ്യന്റെ രഹസ്യപാപം കിട്ടിയാൽ he will not present it to the light of the world but light of his countenance, അവന്റെ മുഖപ്രകാശത്തിൽ വെച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കുറിച്ച് രഹസ്യ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് ദൈവത്തിന് കിട്ടി. ദൈവം അതെടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കും എന്ന് പറഞ്ഞാൽ വേറെ ആരും വായിക്കാതെ രഹസ്യ മുഖപ്രകാശത്തിൽ. ആമേൻ. ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇത് മോശ പ്രവചിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലേക്ക് വരോ. കാൽവറിയുടെ ഗിരിമുകളിൽ ദൈവത്തിന്റെ മുഖപ്രകാശം ഉദിക്കുമ്പോൾ, യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ മുഖപ്രകാശ കാൽവറി കൂടെ മാനവരാശിയിലേക്ക് നൽകുമ്പോൾ, കരുണയുള്ള മുഖപ്രകാശ, ദയയുള്ള മുഖപ്രകാശ, മനസ്സലിവുള്ള മുഖപ്രകാശ, പാപങ്ങളെ മോചിക്കുന്ന മുഖപ്രകാശം. കർമ്മന ശബാരിയ അർദ്ധന ജബാര ബൗഡ പ്രവാസിയ ഉല ജനാദിയ എരേ ജനം പ്രൗഢാബാര ജനാദിയ ജര. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്തൊരു കരുണയാ ദൈവത്തിന്. ആമേൻ. എന്റെ അകൃത്യത്തെ ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്നു. ആമേൻ. എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഞാൻ വലിച്ചു കീറി എൻ്റെ അപ്പൻ്റെ മുമ്പ് കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ പറയും? കൊണ്ടുപോയി വല്ല ഡസ്റ്റ്ബിന്നിലും ഇടാൻ പറയുക. പക്ഷെ കീറിപ്പോയ എൻ്റെ ബുക്കിനെ അപ്പൻ എടുത്ത് എന്ത് ചെയ്യുക? എൻ്റെ അകൃത്യങ്ങളെ ദൈവം തൻ്റെ മുമ്പിൽ വെച്ചോ. എന്തിനാ കർത്താവേ എൻ്റെ അകൃത്യങ്ങളെല്ലാം കൂടെ എടുത്ത് കർത്താവിൻ്റെ ടേബിളിൽ വെച്ചിരിക്കുന്നത്? എടാ, ഇത് അവിടോ ഇവിടോ കാണാൻ കിടന്നാൽ വല്ലവനും എടുത്തോണ്ട് പോയി അപ്പുറത്ത് കൊടുക്കുക. ആരും എടുക്കാതിരിക്കേണ്ടതിന് നിന്റെ അകൃത്യങ്ങളെല്ലാം എന്റെ മുമ്പിൽ വെച്ചു. ഇതിനെ ഞാൻ മോചിക്കുന്നിടം വരെ ഇത് എന്റെ കയ്യിലിരിക്കുക. ഇന്ന് രാത്രി നിന്റെ രഹസ്യ പാപങ്ങൾ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെടോ. ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത ഒരു പാപവും ഇന്ന് വരെ ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിമേലാൽ ഉണ്ടാവുകയുമില്ല. യേശുവിന്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരൊറ്റ പാപമോ ലോക ചരിത്രത്തിലോ ലോക ഭാവിയിലോ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വസിച്ചാട്ട് there is cleansing power in the blood of Christ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ജബാനഗടകല പ്രൗഢവ ശബ്ദരാജിയ
കണ്ടോ, രഹസ്യമായ അധികാരങ്ങൾ, രഹസ്യമായ ശക്തികൾ, രഹസ്യമായ ആലോചനകൾ, രഹസ്യമായ പാപങ്ങൾ. ആമേൻ. ഞാൻ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറഞ്ഞു. ഞാൻ അവിടെ നിർത്തി മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാം അധ്യായ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് അവരെ ഭയപ്പെടണ്ട, അതുകൊണ്ട് അവരെ ഭയപ്പെടണ്ട. നിനക്കെതിരെ അവർ മറച്ചു വെച്ചതൊന്നോ വെളിപ്പെടാതെ ഗൂഢമായതൊന്നോ അറിയാതെയും ഇരിക്കത്തില്ല. കർത്താവ് പറയുക, നീ ഒന്നിനെയും പേടിക്കരുത്. നിനക്കെതിരെ രഹസ്യ ശക്തികൾ എഴുന്നേറ്റാലോ, നിനക്കെതിരെ രഹസ്യ അധികാരങ്ങൾ എഴുന്നേറ്റാലോ, നിനക്കെതിരെ ഗൂഢാലോചനകൾ എഴുന്നേറ്റാലോ, നിനക്കെതിരെ ഏതൊക്കെ പദ്ധതികൾ എഴുന്നേറ്റാലോ, നീ അവരെ ഭയപ്പെടരുത്, നീ അവരെ ഭയപ്പെടരുത്. രഹസ്യമായത് വെളിപ്പെടോ, ഗൂഢമായത് അറിയോ. കാരണം നിങ്ങളുടെ അകത്ത് ഞാൻ പകരുന്ന പരിശുദ്ധാത്മാവ് അത് വെളിപ്പാടുകളുടെ ആത്മാവാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായ 16 തുടങ്ങി 26 വരെയുള്ള ഒരു പോർഷനിലാണ് കർത്താവ് ഇത് പറയുന്നത്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആമേൻ. ചെന്നായ്ക്കളുടെ നടുവിൽ പാമ്പിനെ പോലെ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുകയാണ്, ആമേ, മറഞ്ഞിരിക്കുന്നതിനെ ഒക്കെ ആമേ ഞാൻ വെളിപ്പെടുത്തും, ഗൂഢമായതിനെ അറിയാതെ ഇരിക്കത്തില്ല. എന്നാൽ എന്ന് പറഞ്ഞാൽ ചെന്നായ കാട്ടിനകത്ത് മറഞ്ഞിരുന്ന് നിന്നെ വേട്ടയാടാനിരിക്കുമ്പോൾ, കുഞ്ഞാടെ നീ ദൂരവേ നിൽക്കുമ്പോൾ, നിന്നെക്കെതിരെ മറഞ്ഞിരിക്കുന്ന ആ കാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന ആ കള്ള സാത്താനെ, ആ കുറുക്കനെ, ഞാൻ ചെന്നായെ ഞാൻ നിനക്ക് കാണിച്ചു തരാം, അവന്റെ പദ്ധതികളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഭയപ്പെടണ്ട. എന്നിട്ട് അതിന്റെ 17-ാം വാക്യത്തിൽ ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഒരാളിൽ നിന്ന് 2 പേരിലേക്ക് പോകും, 3 പേരിലേക്ക് പോകും, 4 പേരിലേക്ക് പോകാം. ആമേൻ. അതിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആമേൻ. ഒന്ന് പറഞ്ഞേ, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ എല്ലാം കൂടെ നമ്മൾ സൂക്ഷിക്കാനല്ല പറഞ്ഞത്, പകരം ബി വെയർ ഓഫ് മെൻ, ബി വെയർ മനുഷ്യരെ നീ യു മസ്റ്റ് ബി അലേർട്ടഡ് ഓഫ് മെൻ. മനുഷ്യനെ കുറിച്ച് നീ അലേർട്ടഡ് ആയിരിക്കണം. എല്ലാ മനുഷ്യനെയും കണ്ണടച്ച് നീ വിശ്വസിക്കരുത്. എല്ലാ മനുഷ്യനെയും നീ ഹൃദയം കൊണ്ടകത്തേക്ക് കൊണ്ടുപോകരുത്. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവേ. 17-ാം വാക്യത്തിൽ മനുഷ്യനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് 26-ാം വാക്യത്തിൽ പറയുക, നീ സൂക്ഷിച്ചോ, പക്ഷേ നീ പേടിക്കുകയൊന്നും വേണ്ട. യെസ്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്കെതിരെ ഗൂഢപദ്ധതികളുമായി ചില മനുഷ്യർ എഴുന്നേൽക്കുമ്പോൾ, be alerted but do not be afraid. Be alerted but do not be afraid. നീ പേടിക്കണ്ട, നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നീ പേടിക്കണ്ട, നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നീ പേടിക്കണ്ട, നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ശരവേഗത്തിൽ ഞാൻ 4 വാക്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ. ആമേൻ. ഇവിടെ പറയുകയാണ്, ദാനിയേലേ, നിനക്കൊരു രഹസ്യവും ബുദ്ധിമുട്ടല്ല. നോ സീക്രട്ട് ക്യാൻ ട്രബിൾ യു, നോ സീക്രട്ട് വിൽ ബി എ ബർഡൻ ഫോർ യു. ഹൗ ദിസ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ദാനിയേലേ, നിനക്കെങ്ങനെ ഈ രഹസ്യങ്ങളിലേക്ക് ആക്സസ് കിട്ടിയത്? നിനക്കെങ്ങനെ ഈ രഹസ്യങ്ങളുമായിട്ടൊരു കണക്ഷൻ കിട്ടിയത്? ദാനിയേൽ പറയും, എന്റെ 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണയെ അപേക്ഷിപ്പാൻ തക്കവണ്ണോ ജീവിതത്തിൽ തനിക്കെതിരെ നിഗൂഢ അധികാരങ്ങളും പൈശാചിക പദ്ധതികളും രഹസ്യ ശക്തികളും പൊങ്ങി വരുമ്പോൾ, ഈ മനുഷ്യ തന്റെ പ്രാർത്ഥനാ സഹകാരികളുമായിട്ട് എന്തു ചെയ്യുമായിരുന്നു? രാത്രിയുടെ യാമങ്ങളിൽ രഹസ്യമായി ദൈവത്തോട് രഹസ്യങ്ങളെ കുറിച്ച് ആത്മമണ്ഡലത്തിനകത്ത് കയറി ദൈവിക വെളിപ്പാടിനകത്തു നിന്ന് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹോളി സ്പിരിറ്റ്. എന്റെ സഹോദരങ്ങളെ, രഹസ്യത്തെ അറിയുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, ബാബിലോണിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് രഹസ്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കണം. റവലേഷൻ റലം ഓപ്പൺ ആയില്ലെങ്കിൽ ശേഷമുള്ളവരുടെ കൂടെ
നശിച്ചു പോകും. വെളിപ്പാടിന്റെ തലം ഓപ്പൺ ആയില്ലെങ്കിൽ, ആത്മതലവുമായി കണക്റ്റ് ആയില്ലെങ്കിൽ ശേഷമുള്ളവരുടെ കൂടെ നശിച്ചു പോകാം. എന്നാൽ ആരംഭത്തിൽ അഭിഷക്തൻ ആരാധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞില്ലേ, വെളിപ്പാടിന്റെ തലമുണ്ടെങ്കിൽ there will be a protection. ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരാം. ആമേൻ. ഒന്ന്, ദാനിയേൽ രഹസ്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആത്മതലം തുറന്നു വരും. ഏറെ സമയം ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കുന്ന മനുഷ്യന് രഹസ്യങ്ങൾ തുറന്നു വരും. അതുകൊണ്ടാണ് ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. യു ആർ ദ സ്റ്റുവാർഡ്സ് ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്സ് ഹൗസ് ഹോൾഡ്. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. അപ്പൊ ഇത് എവിടത്തെ കാര്യമാണ്? ഗ്രഹം എന്ന് പറഞ്ഞ വീട്. ആരുടെ വീട്? ദൈവത്തിന്റെ വീട്. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ദൈവത്തിന്റെ വീട്ടിലെ മിസ്റ്ററീസിനെ ഹാൻഡിൽ ചെയ്യുന്ന മിസ്റ്ററി മാനേജേഴ്സായി ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരെ ഇതിനകത്ത് അനോയിന്റ് ചെയ്യുമ്പോൾ അഭിഷേകത്തിന്റെ ഫലത്തിലേക്ക് ജീബാലജരം പ്രൗഢാചരാധിയാചര ധീരാജനാധരാചര പ്രൗഢബാനിയ. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അമ്മേ, ദാനിയേൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവം രഹസ്യം വെളിപ്പെടുത്തി. നെബൂഖദ്നേസർ നോക്കിയപ്പോ ഇവൻ പ്രാർത്ഥനാക്കാരനാണെന്നൊന്നും അറിയത്തില്ല. ലോകം നിന്റെ പ്രാർത്ഥനയല്ല അറിയുന്നത്. 2:47 വരുമ്പോൾ പറയുകയാണ്, നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവമോ രാജാദി കർത്താവോ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് വെളിപ്പെടുത്തുമെന്നുമാകുന്നു സത്യമെന്ന് പറഞ്ഞു. അവിടെ നെബൂഖദ്നേസർ പറയുകയാണ്, നോ സീക്രട്ട് ട്രബിൾസ് യു. കാരണം നിന്റെ ദൈവ ഗോഡ് ഓഫ് ഗോഡ്സ്, ലോർഡ് ഓഫ് കിങ്സ്, അവൻ അധികാരമുള്ള ഉന്നതനായ ദൈവമായിരിക്കൊണ്ട് he can reveal the secrets. നീ ദൈവ സന്നിധിയിൽ നിൽക്കുമ്പോൾ, നിന്റെ ദൈവം ഉന്നതനായിരിക്കുമ്പോൾ, നിന്റെ ദൈവ ശക്തനായിരിക്കുമ്പോൾ, ജീസസ് ആമേൻ. പ്രാർത്ഥിക്കുന്നവന് ദൈവ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു ഗൂഢാലോചനയും വില പോവത്തില്ലെന്നേ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു സീക്രട്ട് പവറും കയറി നിൽക്കത്തില്ലെന്നേ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു സീക്രട്ട് സിന്നും ക്ലെയിമായി കിടക്കത്തില്ലെന്നേ. സ്വർഗം അത് ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ച് ചെയ്യേണ്ടത് ചെയ്യുമെന്നേ. സ്തോത്രം. ആരാധനയുടെ ആരംഭത്തിൽ അഭിഷക്തൻ പറഞ്ഞ വാക്കിലേക്ക് ഞാൻ പോവുകയാണ്. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം തന്റെ രഹസ്യങ്ങളെ രഹസ്യമായി വെക്കത്തില്ല. ദൈവം അത് ചെയ്യുന്നതിന് മുമ്പേ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കല്ല, തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. അവിടെ 2 കാര്യമാണ് പറയുന്നത്. എ servanthood relation, a prophetical anointing. If you have a servanthood relation and a prophetical anointing, no mysteries will be a trouble for you. No mysteries will be a burden for you. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചാട്ട് ഒരു പ്രവാചക അഭിഷേകം എന്റെ മേലേക്ക് ഇറങ്ങി വരട്ടെ. അവന്റെ ദാസനായി ഒരു പ്രവാചകൻ, അവന്റെ പ്രവാചകനായ ദാസൻ, ദൈവം തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ജലമാരകജം പ്രൗഢജാരകച്ചരം പ്രൗഢമാനിയ. ഇന്ന് രാത്രി ഇതിനകത്ത് രഹസ്യങ്ങൾ വെളിപ്പെടും. ഞാൻ അവസാനത്തെ വാക്യം വായിച്ചു നിർത്താം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ആരംഭത്തിൽ ഒന്ന് വായിക്കാമോ? സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവനോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും.
സഭയെല്ലാം ഒരുമിച്ച് കൂടി അന്യഭാഷ പറഞ്ഞാൽ നാട്ടുകാരെന്തോ പറയും? ഭ്രാന്തുണ്ട്. അത് ഒന്നാമത്തെ എഫക്റ്റ്. ഇനിയും 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരും വാക്കിനാലും അവന് പാപബോധം വരും. നിൽക്കട്ടെ. അപ്പൊ അന്യഭാഷ പറയുമ്പോ ഭ്രാന്താന്ന് പറയും, ദൂത് പറയുമ്പോ പാപബോധം ഉണ്ടാകും. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിയുമ്പോ അതിന്റെ 25 വാക്യത്തിലേക്കൊന്ന് വരാമോ? അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. All the mysteries will be revealed. സഭയ്ക്ക് രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നീ അന്യഭാഷ പറ, നിങ്ങൾ ഒരുമിച്ച് കൂടി അന്യഭാഷ പറ, നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. എല്ലാ രഹസ്യ ശക്തികളും എല്ലാ രഹസ്യ പദ്ധതികളും വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവാദി ദൈവമോ കർത്താദി രാജാവുമായി അരാജനം പ്രൗഢബ ലഗച്ചരം പ്രോമന ഷഗാദിയ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ആരാധിക്കാൻ വന്നാൽ നിറഞ്ഞ അധരത്തോടെ തുറന്ന ശബ്ദത്തോടെ തുറന്ന വായോടുകൂടെ നന്നായി അന്യഭാഷകളിൽ ആരാധിക്കണം. നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും, നിനക്ക് വട്ടാണെന്ന് പറയും, നിനക്ക് ഓളപ്പെരിപ്പാണെന്ന് പറയും. പക്ഷേ നിന്റെ അന്യഭാഷയുടെ മുമ്പാകെ, നിന്റെ വ്യാഖ്യാനത്തിന് മുമ്പാകെ, നിന്റെ കൃപാവരങ്ങളുടെ മുമ്പാകെ ശത്രു പദ്ധതികൾ പുറത്തു വരാ. അജാലമഞ്ചരം പ്രൗഢപാനീയ കൃപയുള്ള ദൈവജന അതരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. മനുഷ്യൻ നിനക്ക് വട്ടാണെന്ന് പറഞ്ഞേക്കോ, പക്ഷെ നിന്റെ ആത്മതലം തുറന്നു വരോ. മനുഷ്യൻ നിനക്ക് കിറുക്കാണെന്ന് പറഞ്ഞേക്കോ, പക്ഷെ ദൈവം നിനക്ക് ആത്മതലം തുറന്നു തരോ. ഉജര മനജ രഗജം ഭരക അരകം ജലകം ജുനകം പാടം അടലം ജാരം ദേവൻ ജരകം അർദ്ധനം അജ്ജര ഭൗഡിക രംശം അരക ശബലം ധോരം ജാപം അരകം ദാനം ജബരം ധാരി. അന്യഭാഷകളിൽ സഭ ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങട്ടെ. സഭ ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങട്ടെ. അർദ്ധന ജപാല ഘടക ജരം പ്രൗഢ ഉരം ജനാധികരകം പ്രൗഢപാലിയ അതരം ജാമനം പ്രൗഢപ ശബ പ്രൗഢാല അതിര ഘടകര ഘടകധരാദിയ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം ഒരുമിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവജനത്തിന് വിരോധമായി മറഞ്ഞിരിക്കുന്ന പോരുകൾ വെളിയിൽ വരട്ടെ. കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ രഹസ്യ പദ്ധതികളും വെളിയിൽ വരട്ടെ. കുടുംബങ്ങളുടെ സമാധാനത്തിനെതിരായി മറഞ്ഞിരിക്കുന്ന പദ്ധതികൾ വെളിയിൽ വരട്ടെ. സാമ്പത്തിക മേഖലയെ പിടിച്ചു കെട്ടുന്ന അന്ധകാരം ആ പോരുകൾ വെളിയിൽ വരട്ടെ. വിദ്യാഭ്യാസത്തെ തടയുന്ന, സമാധാനത്തെ തടയുന്ന, അനുഗ്രഹത്തെ തടയുന്ന എല്ലാ സീക്രട്ട് ഏജന്റുകളോ എല്ലാ സീക്രട്ട് ഫോഴ്സുകളോ ഇതിനകത്ത് തീക്കകത്ത് തീയുടെ ചൂട് തട്ടി അണലി പുറത്തു വന്നതുപോലെ, തീയുടെ ചൂട് തട്ടി അണലി പുറത്തു വന്നതുപോലെ അഭിഷേകത്തിന്റെ ചൂട് തട്ടി, അഭിഷേകത്തിന്റെ ചൂട് തട്ടി. ശബലഞ്ജന വഞ്ചന വഞ്ചന വഞ്ച അടദംബര ഗഞ്ചേരഗജേ അരജാനഗജീഗാര അർജാലം ധൂരഗജാരം അരവജ്ജ പ്രൗഢമനച്ചം അരകശം പ്രൗഢമജാലം അരതേരേ ജാഗം തേരേ ഉടദാന ജേവരമൗഢ അർദ്ധാനം ചബലം ധാരം ദിഗദാരം ചൂവരമൗഢം അർദ്ധാനം ജേവരമൗഢം അരകശം പ്രൗലാധനദ വിഗാദം ജേവലമൗഢ അർദ്ധോനോ ജഗരാധാന ഇതരേ ജേവേലേ ജാരേ അർദ്ധാന സേവന്തോല ഉടിഗാജ പ്രൗഢമരാജ ഈർജേനേ രഗജേ രഗജേ ഉർജാനം പ്രേവശേരേ ഉരജാലം പ്രേവേ ബംഗാരം ധവരം ദേരേ ഉദരേ ശേരകദേരേഖേ ഹർത്തേലേ ജഗരം ദാരം ജഗരം ദാരം ജഗരം ദേരം ഈശ്വരത്തേരത്തേരി ഉൽദാരം ചേകത്തേരി ഇടവേര ശേവദവേദവരേദവരേദവരം ദേവരേഖേ ഉർദോലോ സോരോ ദോരോ റോരോ റോരോ സമപ്രവൗഢി വര കർമ്മന ശബന്ധരം പൗഷം തരാദിയ
ഒരു നിമിഷം. പൗലോസ് മാൾട്ടയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു തീ ഉണ്ടായിരുന്നു. പൗലോസ് മാൾട്ടയിൽ ചെല്ലുമ്പോൾ അരുവിരിക്കണ്ട, ഞാൻ ഒരൊറ്റ ഒരു പോയിന്റ് പറഞ്ഞ് വീണ്ടും വർഷിപ്പിലേക്ക് കയറുക. പൗലോസ് മാൾട്ടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു തീ ഉണ്ടായിരുന്നു. ആ തീ എന്തിനു വേണ്ടിയുള്ള തീയായിരുന്നു? തണുപ്പ് മാറ്റാനുള്ള തീയായിരുന്നു. എ ഫയർ ഫോർ സർവൈവൽ. അതർവൈസ് എ ഫയർ ടു ഓവർകം ദ അറ്റ്മോസ്ഫിയർ. ചുറ്റുപാടുകളെ അതിജീവിക്കാൻ, ശൈത്യത്തെ അതിജീവിക്കാനുള്ള ഒരു തീ എന്തോ ഉണ്ടായിരുന്നു? മാൾട്ടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ് ചെന്നിട്ട് മനസ്സിലാക്കി, ചുറ്റുപാടുകളെ അതിജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ക്രമീകരിക്കുന്ന ഒരു തീ പോരാ ഈ ദേശത്ത്. പകരം അകത്ത് കിടക്കുന്ന അണലിയെ പൊക്കിയെടുക്കുന്ന ഒരു തീ വേണം. ദൈവത്തിന്റെ പൈതലെ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപയല്ല നിനക്ക് വേണ്ടത്. എന്റെ കർത്താവിന്റെ കൃപയാലും കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിട്ട് വീഴാതെ താഴാതെ എങ്ങനെയോ എന്റെ ദൈവത്തെ, യു ആർ നോട്ട് എ പവർഫുൾ ക്രിസ്ത്യൻ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ചില സമയത്തേക്ക് ഒന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫയർ അല്ല നിന്റെ മേളിൽ കിടക്കേണ്ടത്. ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിനെ പുറപ്പെടുന്ന അടിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന ശത്രു ദൈവശക്തി നിന്റെ മേൽ റിലീസ് ആകട്ടെ. ദൈവാധികാരം നിന്റെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. Receive the power. Receive the power. Receive the power. Receive the power. ദൈവത്തിന്റെ പൈതലേ, receive the power. ഇതാ ദൈവശക്തി, ഇതാ ദൈവശക്തി. Receive the power. Receive the power. Fire. Fire. ദൈവം തൊടുന്നു, ദൈവം തൊടുന്നു, ദൈവം തൊടുന്നു. സദബജന മഹസുരിയ ലൂകജബൗഡി ബിരി കർബന സബത്തുല റിബചര തിരിഖന ഇടചര തര ഉടചര പര ശബത് വാസ് സർദര ക്രൗഡായി ശബതര ക്രൗഡായി ഉടാര ബസൗഡാര ശബാരിക തിരാദന. ആത്മശക്തി ഇറങ്ങുന്നു, ആത്മശക്തി ഇറങ്ങുന്നു, ആത്മശക്തി ഇറങ്ങുന്നു, ആത്മശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. Receive, receive. അഭിഷേകത്തിന്റെ സ്പാർക്ക്. Receive it. Receive it. Receive it. Receive it.